വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് മാജിക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പെറന്റ് നെക്ക് വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് ആണ്. നമുക്കറിയാം ഗൗൺസ്, ഫ്രോക്സ്, അതുപോലെ തന്നെ ടോപ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അന്നും ഇന്നും ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഈ ട്രാൻസ്പെറന്റ് നെക്ക്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും നെക്ക് ഡിസൈനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഫുൾ ഒരു ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിന്റെ ഐഡിയ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ ബോട്ട് നെക്ക് വെച്ചിട്ടാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. മെയിൻ ഫാബ്രിക് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നെറ്റിന്റെ ഫാബ്രിക്കിൽ കുറച്ച് ഹെവി എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഞാനൊരു 2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിന് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പിന്റെ ഫാബ്രിക് ആണ്. ക്രേപ്പിന്റെ ഫാബ്രിക് ഞാൻ ഇവിടെ ഒരു 1.5 മീറ്ററോളം എടുത്തിട്ടുള്ളൂ. സ്ലീവില് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല, നെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈസ് വെച്ചിട്ട് എത്രയാണ് മെറ്റീരിയൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈനിങ്ങിന് ക്രേപ്പിന് പകരം നിങ്ങൾക്ക് സാറ്റിനും യൂസ് ചെയ്യാം കേട്ടോ. കാരണം സാറ്റിൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ഗ്ലൈസിങ് കിട്ടും. ക്രേപ്പ് മതി എന്നുള്ളവർ ക്രേപ്പ് ആയാലും വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കിങ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈനിങ് ഫാബ്രിക് ഇതുപോലെ 4 ആക്കി മടക്കി ഇടുക എന്നുള്ളതാണ്. ഇതില് മാർക്കിങ്സ് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ നിങ്ങളൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുക. ഇതാ ഇവിടെ പേപ്പർ ഞാൻ 2 ഫോൾഡഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടി മടക്കാൻ പോവാണ്. ഇപ്പൊ ഇത് 4 ഫോൾഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ 2 പ്രാവശ്യം മടക്കിയാലും മതി കേട്ടോ, ഇതുപോലെ മടക്കാതെ. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 43 ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചുരിദാറിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 45 വേണം. അപ്പോൾ അതിനേക്കാൾ കുറച്ച് കയറിയിരിക്കാനായിട്ട് 43 ആണ് ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഞാനിവിടെ 6 ആണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഷോൾഡർ നിങ്ങളുടെ എത്രയാണോ അത്രയും അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഹോളിന് വേണ്ടിയിട്ടും ഞാനിവിടെ 6 തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുപോലെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് വരയ്ക്കുന്നതിന് മുൻപേ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അത് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 8 ആണ് ചെസ്റ്റ് കൊടുക്കുന്നത്. 32 ഡിവൈഡ് ബൈ 4. അതുപോലെ തന്നെ 2 സീം അലവൻസും കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോള് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആം ഹോള് വരച്ചു കൊടുക്കുക, ചെസ്റ്റിന്റെ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട്. അത് ബാക്ക് ആം ഹോൾ ആണ്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ വരേണ്ട പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് മുകളിൽ നിന്ന് വേസ്റ്റ് ലൈൻ എത്ര താഴെ വരണം എന്നുള്ളത്. ഞാനിവിടെ 14 അതിനു വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ വേസ്റ്റ് ലൈൻ ഒന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക, ആ പോയിന്റ് ജോയിൻ ചെയ്തിട്ട്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 7 + 2 സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 9 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 20 ഇഞ്ചസിൽ ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പ് ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഹിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ +1 സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 9.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ കയറ്റി മറക്കിയൊക്കെ കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഈ പോയിന്റ്സ് ഒക്കെ അതിൽ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മെഷർമെന്റിൽ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിലും വരച്ചെടുക്കുക. നിങ്ങളുടെ സൈസ് വെച്ചിട്ട് നിങ്ങൾ മെഷർമെന്റ്സ് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫാബ്രിക്കിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിന്റെ വിരിവ്, അതായത് താഴെ നിങ്ങൾക്ക് എത്ര വേണം വിഡ്ത്ത്, സ്ലിറ്റിന് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ടോട്ടൽ സീം അലവൻസ് 2 കൂട്ടിയിട്ട് 23 ഇഞ്ചസ് ആണ് വേണ്ടത്. അപ്പൊ 23 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 11.5 ഇഞ്ചസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മുഴുവനും കട്ട് ചെയ്തെടുക്കുക. കട്ട്
ചെയ്തതിന് ശേഷം നമ്മുടെ ഹിപ്പും അതുപോലെ തന്നെ വേസ്റ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ലൈനിങ് കട്ട് ചെയ്ത ആ സെയിം മെഷർമെന്റിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്യുക. ലെങ്ത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരു 3 ഇഞ്ചസ് എക്സ്ട്രാ ലെങ്ത് എടുക്കണം മെയിൻ ഫാബ്രിക്കിന്. ഞാനിവിടെ 46 ഇഞ്ചസ് ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിന് 2 സൈഡും ഇതുപോലെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ്ങിൽ മെയിൻ ഫാബ്രിക്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ മെയിൻ ഫാബ്രിക്കിൽ നെക്ക് ലെങ്ത് 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തും 4 തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബോർഡ് ഷേപ്പിൽ നെക്കും വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 സൈഡും 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഈ നെക്ക് ലെങ്ത് ആണോ നിങ്ങളുടെ നെക്കിന്റെ ട്രാൻസ്പെറൻസി എത്ര ഉണ്ടാവും എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഞാനിവിടെ 6 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യാം. മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ചസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 3 3.5 കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ സ്ലോപ്പ് കൊടുത്ത് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിന്റെ ആ ഒരു കുറച്ച് ഭാഗം കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും. അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. അത് കട്ട് ചെയ്ത് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇതുപോലെ കിട്ടും. അതിന്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഫാബ്രിക് ഇതുപോലെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെറിയ സ്ലീവ്സ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 4ആക്കി മടക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് 9 ഇഞ്ചസ് ഉണ്ട്. വിഡ്ത്ത് 4.5 ഇഞ്ചസ് ഉണ്ട്. 4 ഇഞ്ചസിന്റെ സ്ലീവ്സ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4.5 ഇഞ്ചസ് 1/2 ഇഞ്ചസ് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടിന്റെ അവിടെ താഴേന്ന് 3 ഇഞ്ചസ് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സ്ലീവ്സിന്റെ ആ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 സ്ലീവ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ നെക്കിന്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രോസ് പീസസിന്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ 4 ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിലും അതുപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്കിലും നമുക്ക് 4 പീസസ് ഉണ്ടല്ലോ നെക്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 2ആക്കി ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ ലൈനിങ്ങിന്റെ നെക്കിന്റെ ആ സൈഡിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അത് മറച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യണം. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ നെക്കിന്റെ പോർഷനിലും ഫോളോ ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ലൈനിങ്ങിന്റെ ഫാബ്രിക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തന്നെ വെച്ചാൽ മതി. ലൈനിങ് ഫാബ്രിക്കിൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ തന്നെ ക്രോസ് പീസ് തന്നെ വെക്കണം. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ 2 നെക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു പോർഷനിലായിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലുള്ള പിൻസ് എടുക്കുക. എന്നിട്ട് അത് നീങ്ങി പോവാതെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് വേണം ആ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇതാ ഞാനിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ നൂലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. 2 പീസസിലും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഷോൾഡറും ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെക്കുക.
എന്നിട്ട് 2 ഷോൾഡറും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിവിടെ 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ 2 ഷോൾഡറും. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് സ്ലീവ്സ് ഇതുപോലെ 2 ആക്കി ആദ്യം മടക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെന്ററും ഒരുമിച്ച് വെച്ചിട്ട് സെന്ററിൽ നിന്ന് 2 സൈഡിലേക്കുമായിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന് സൈഡ് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ സ്ലിറ്റ് അടിക്കുക. ഈ 2 കാര്യങ്ങളും ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോന്റെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ്. അത് കാണണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ലിങ്കിൽ കയറിയിട്ട് വീഡിയോ കാണാം കേട്ടോ. ഫുൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സ്ലീവ്സ് ചെറിയ സ്ലീവ്സ് ആണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ട് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വരുന്ന സ്ലീവ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലിറ്റ് ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ മടക്കി അടിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആവുന്നുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്